നമസ്കാരം. നമ്മളിന്നായിരിക്കുന്നത് ബാലരാമപുരത്തിനടുത്തുള്ള മീ മെഡിറ്റേഷൻ സെൻറ്ററിലെ അവധൂത്ജിയുടെ അടുത്താണ്. നമസ്കാരം. നമസ്കാരം. ഗുരുവിൻ്റെ ഏത് പ്രായം തൊട്ടാണ് ഈ ആത്മീയ യാത്ര തുടങ്ങുന്നത്? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എപ്പോഴും മുതലാണ് ഈ ഒരു തുടക്കം എന്നുള്ളത്. ആധ്യാത്മികതയുടെ ഒരു ബേസ് എന്ന് വെച്ചാൽ നമ്മൾ ശരീരമല്ല, സോളാണെന്നാണ്. അപ്പോൾ ഈ സോളിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന വയസ്സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഇൻഫിനിറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഫാക്റ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രായം ഇവിടെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമ്മളൊരു ഭൗതിക വ്യവഹാരത്തിൽ കൂടി നോക്കുമ്പോൾ നമ്മൾ ജനിച്ചു വളർന്നു ഇപ്പോഴും ഇന്ന ഏജാണ് എന്നുള്ള രീതി നോക്കുമ്പോൾ ഒരു ഇൻസെർച്ച് ശൈശവം മുതലേ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തെളിവാണ്, നമ്മൾ കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ബേസിക്കലി സഹോദരന്മാരെ വെച്ച് നോക്കുമ്പോഴും ഫ്രണ്ട്സുകാരെ വെച്ച് നോക്കുമ്പോഴും കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിരുന്നു. ആ ഒരു ഉൾവലിവ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഭൗതികതയിലോട്ട് അധികം നോക്കുന്നില്ല എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ആ ഒരു ബേസ് വെച്ച് നോക്കുമ്പോൾ സ്കൂൾ ടൈമിലെ ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ വളർന്ന് നമ്മൾ വളരുമ്പോൾ അതും വളർന്നു, അങ്ങനെ കണക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോൾ തൊട്ടാണ് ഈ അവധൂത്ജി എന്നുള്ള ഒരു പേരിൽ? നമ്മുടെ പൂർണ്ണമായിട്ടുള്ള പേര് അവധൂത് ഗുരുപ്രസാദ്, ഇപ്പോഴറിയപ്പെടുന്ന അവധൂത് ഗുരുപ്രസാദ് എന്നാണ്. എന്നാൽ അച്ഛനും അമ്മ ഇട്ട പേരെന്ന് പറയുന്നത് ഗുരുപ്രസാദ് എന്നാണ്. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, സ്പിരിച്വലോട്ട് വന്നപ്പോൾ ഈ മൊത്തത്തിലുള്ള പേര് മാറ്റിയോ എന്നുള്ളത്. അങ്ങനെയല്ല, ഗുരുപ്രസാദ് എന്നുള്ളത് തന്നെയാണ് ബേസിക്കലുള്ള പേര്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇൻസെർച്ച് ഉള്ളിൽ കിടക്കുന്നത് കാരണം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, ബികോമിന് പഠിക്കുന്ന സമയത്ത് പൂന്തറ സ്വാമികളായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂന്തറയിൽ ഒരു അവധൂതാവസ്ഥയിലുള്ള ഒരു സിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പോകും, അവിടെ പോയി അങ്ങനെ നിൽക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സംസാരിക്കില്ല, ആരോടും സംസാരിക്കില്ല. അത് വളരെ ക്വയറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇടയ്ക്ക് ആൾക്കാരിങ്ങനെ കൂടി വരുന്ന സമയത്ത് കടന്നു പോകുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ പറയും. ആ ഒരു ടോക്കല്ലാതെ അദ്ദേഹം ആരോടും സംസാരിക്കുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല, ചായ മാത്രം കുടിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് വളരെ ക്യൂരിയോസിറ്റി ആയിരുന്നു. കാര്യം നമ്മൾ ഇതുവരെ കണ്ട ഒരു മനുഷ്യരും അല്ലെങ്കിൽ ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായിട്ടുള്ള, പൊതുമധ്യത്തിൽ വരാതെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കും, വെയിലത്തും മഴയത്തും അങ്ങനെ ഇരിക്കും. അങ്ങനത്തെ അദ്ദേഹം ഭയങ്കരമായിട്ട് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബേസിക്കലി പ്രത്യേകിച്ച് ആചാരാനുഷ്ഠാനങ്ങളിലോട്ട് പോയിട്ടില്ലാത്തത് കാരണം ഒരു ഇന്നർ സൈലൻസും ധ്യാനവും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥയും നമുക്ക് ഭയങ്കരമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റി. അത് കാരണം രമണ മഹർഷി അതുപോലത്തെ മറ്റ് സയൻസുകളെയൊക്കെ വളരെ എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റി. കാര്യം അവരെല്ലാം ഇതേ രീതിയാണ്. അപ്പം ബുദ്ധനിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റി, ജിഡ്ഡു കൃഷ്ണമൂർത്തിയിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റി, ഓഷോയിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ കണക്ഷൻ നമുക്ക് ആ മെഡിറ്റേഷൻ റിലേറ്റിൽ കിട്ടി. അപ്പോൾ പറഞ്ഞു വന്നത്, ആ തക്കല സ്വാമി, അദ്ദേഹത്തിൻ്റെ പൂന്തറ സ്വാമിയുടെ പേര് തക്കല സ്വാമി എന്നാണ്. രണ്ടാമത് വന്ന ആൾ തക്കല സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇഷ്ടംപോലെ സിദ്ധന്മാരും സന്യാസിമാരും അവധൂതന്മാരും വരാറുണ്ട്. അവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു അവധൂതനാണ് അവധൂത് വിശ്വനാഥ്. അപ്പോൾ അദ്ദേഹം നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും പേര് ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഗുരുപ്രസാദ്, സ്കൂളിൽ ഇട്ട പേര് അതാണല്ലോ, സ്കൂളിൽ വിളിക്കുന്ന ഗുരുപ്രസാദ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ധ്യാനമാണ് റൂട്ട്, അവധൂത് ഗുരുപ്രസാദ് അദ്ദേഹമാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. അങ്ങനെ ആണ് അവധൂത് ഗുരുപ്രസാദ് എന്നുള്ള ഒരു പേര്.